തിരുവനന്തപുരം DCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല KPCC വൈസ് പ്രസിഡന്റായ N. ശക്തന് നൽകി. വിവാദ ഫോൺ സംഭാഷണത്തെ തുടർന്ന് പാലോടി രവി രാജിവെച്ചതിനാലാണ് ശക്തന് ചുമതല നൽകാനുള്ള KPCC തീരുമാനം. പാലോടി രവിക്ക് ജാഗ്രതക്കുറവുണ്ടായെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. പാലോടി രവിയുടെ രാജിയിൽ മധുരവിതരണം നടത്തിയ യൂത്ത് കോൺഗ്രസ് പെരിങ്ങമല മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷംനാദിനെ ചുമതലയിൽ നിന്ന് നീക്കി. അടുത്ത മാസത്തോടെ DCCകളുടെ പുനഃസംഘടനയുണ്ടാകും. തിരുവനന്തപുരത്തും പുതിയ DCC അധ്യക്ഷൻ അതോടെ വരേണ്ടതാണ്. ഇതിനിടയിലാണ് വിവാദ ഫോൺ സംഭാഷണം പുറത്തുവന്നതിനെ തുടർന്ന് പാലോടി രവിക്ക് രാജിവെക്കേണ്ടി വന്നത്. പുനഃസംഘടന ഉടൻ നടക്കാനുള്ളതിനാലാണ് N. ശക്തന് താൽക്കാലിക ചുമതല നൽകിയത്. പാലോടി രവിക്ക് 1-2 വാക്കുകളിൽ മാത്രമാണ് പിഴച്ചതെന്നാണ് താൽക്കാലിക ചുമതല ലഭിച്ച N. ശക്തന്റെ നിലപാട്. അദ്ദേഹം ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചു എന്നാണ് ഒറ്റ വാചകത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ അഭിപ്രായ വ്യത്യാസം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകണമെന്ന് പറയുന്നത് ഒരു തെറ്റായി ഞാൻ കാണുന്നില്ല. പിന്നെ കൂട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ചപ്പോൾ 1-2 വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഉപയോഗിച്ചു പോയി എന്ന് മാത്രമാണ് ഞാൻ കാണുന്നത്. രാജി ചോദിച്ചു വാങ്ങിയതാണോ എന്ന് വെളിപ്പെടുത്താൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തയ്യാറായില്ല. രാജിക്കത്ത് കിട്ടി, അത് സ്വീകരിച്ചു. അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക. ആ സതുദ്ദേശത്തോടെ പറഞ്ഞതിൽ തന്നെ ജാഗ്രത കുറവ്, അതാണ് കൃത്യമാക്കുന്നത്. രാജിയെക്കുറിച്ച് പ്രതികരണം നടത്താൻ പാലോടി രവി ഇന്നും തയ്യാറായില്ല. പാലോടി രവിയുടെ ജന്മനാട്ടിൽ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതിനിടയിൽ മധുര വിതരണവും നടത്തി. മീഡിയ 1 തിരുവനന്തപുരം.